വായിച്ച കുറിവാക്യം ഇതാണ്. 1 മുതൽ 4 വരെ വായിക്കുമ്പോൾ 4 മുതൽ 25, 26 വാക്യം വരെ വായിക്കുമ്പോഴും 4 മുതൽ 15 വരെ വാക്യം കാണുന്ന ഇങ്ങനെയാണ്. 4 കെരൂബുകളെ കാണുന്നു. അതിനുശേഷം 15 മുതൽ 25 ചക്രങ്ങളെ കാണുന്നു. സ്തോത്രം. എല്ലാവരും കാണുന്ന ദൂതുകളാ. എന്നാൽ 26 മുതൽ തീർത്തുള്ള വാക്യങ്ങളും നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന എങ്ങനെയാണ്? ദൈവത്തിൻ്റെ മഹത്വവും ഏറിയ കാത്തിരിപ്പോടെ ഉള്ള ദർശനവും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതാണ് പ്രവാചകനായിരിക്കുന്ന യെശയ്യാ വിളിച്ച് പറയുന്ന ഒരു കാര്യം ഇതാണ്. എന്താണ്? കാത്തിരിക്കുന്നവർ പറഞ്ഞേ ശക്തിയെ പുതുക്കും. അവരെന്ത് ചെയ്യും? കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ ഈ മാസത്തിന് 1-ാമത്തെ ദിവസം മുതൽ ഈ 6-ാമത്തെ ദിവസം പകൽ വരെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് പേര് പ്രായവ്യത്യാസമില്ലാതെ ഈ ഭൂപരപ്പിൽ നിന്ന് മാറ്റപ്പെട്ട നിമിഷങ്ങളായിരുന്നു. കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? സംസാരിക്കുന്ന ദൈവമാണ് കേട്ടോ. എന്നാൽ അത് നോക്കൂ, കഴിഞ്ഞ 5 ദിവസം നോക്കുമ്പോൾ പകലും 5 രാത്രിയും ഒരു പകലും കൂടെ ചിന്തിക്കുമ്പോൾ നോക്കൂ, ആയിരക്കണക്കിന് പേരാ സമപ്രായക്കാര്, നമ്മെക്കാല് ആരോഗ്യമുള്ളവർ, പണമുള്ളവർ, ഒത്തിരി സ്വപ്നങ്ങളുള്ളവർ, പ്രായവ്യത്യാസമില്ലാത്തവർ, ഒത്തിരി പ്രായം കുറഞ്ഞവർ, കല്യാണത്തിന് വേണ്ടി നിശ്ചയം ഉറപ്പിച്ചവർ, കല്യാണ വീട്ടിലേക്ക് കെട്ടിക്കാനായി പോകുന്ന പോക്കിൽ ആക്സിഡന്റുകൾ, കെട്ടുകഴിഞ്ഞ് തിരിച്ച് ഭവനത്തിലേക്ക് മടങ്ങുമ്പോൾ ഭവനത്തിൽ പോലും എത്തിച്ചേരാൻ കഴിയാതെ അവിടെ ഒരുക്കുന്ന ഭക്ഷണത്തിനകത്ത് അതിഥിയായിരിക്കേണ്ട ദമ്പതികൾ വഴിയിൽ പട്ടുപോയ ചരിത്രങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞ കാല നൂറ്റാണ്ടിലല്ല, ഇത് ഈ കൃപായുഗത്തിൽ ഈ 6 ദിവസത്തിനകത്ത് നടന്ന സംഭവങ്ങളാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കുള്ളവരെ സൂക്ഷിച്ച ഒരു ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. ആ ദൈവത്തിന് കോടാനുകോടി സ്തോത്രം കൊടുക്കാൻ തന്റെ അഭിഷക്തൻ പറഞ്ഞതുപോലെ കരമുയർത്തി 1 മിനിറ്റ് പോലും വയ്ക്കാൻ കഴിയാതിരിക്കുമ്പോൾ യോശുവയുടെ കരം മണിക്കൂറോളം ഒരു താങ്ങുമില്ലാതെ കുന്തമേന്തി നിന്നെങ്കിൽ ഇന്ന് രാത്രി പറയാൻ കഴിയുന്നുണ്ട്, നിന്റെ കയ്യിലിരിക്കേണ്ടത് ദൈവത്തിന്റെ ആഴമേറിയ വചനത്തിന്റെ മാർമിക സത്യങ്ങളിലേക്ക് നീയും ഞാനും വരാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം നമ്മെ കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. എന്നാൽ 34-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവർക്ക് പുതിയ പ്രൈസ് ദി ലോർഡ് ഒരു യവത്വവും, പ്രൈസ് ദി ലോർഡ്, പുതിയ ഒരു യവത്വം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ദൈവം അവർക്ക് പുതിയ ഒരെണ്ണം കൊടുത്തു. 2 കൊടുത്തതെന്നറിയാമോ? പുതിയൊരു ആത്മാവിനെ കൊടുത്തു. ഹല്ലേലൂയ. ആമേൻ. പുതിയ ഒരു യവത്വവും കൊടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ നാളുകളിൽ ചിലപ്പോൾ നടത്തിയപ്പോൾ അവർ ക്ഷീണിച്ചു പോയി കാണും, അവരെ ആരോഗ്യം ക്ഷയിച്ചു പോയി, അവർ ക്ഷീണിച്ചു പോയി, നടക്കാൻ കഴിയാതെ നടത്തിക്കുന്നവരെ കുറ്റം പറഞ്ഞും മുമ്പിലോട്ട് പോയ ജനതയെ ദൈവം ഒരു പുതിയ ആത്മാവിനെ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. 36-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നതെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉണങ്ങിയ അസ്ഥികളുടെ ഒരു വലിയ സൈര്യമായി പ്രവചനവുമായി ജീവങ്കിലേക്ക് ഉയർത്തെഴുന്നേറ്റ ഒരു ജനതയെ ദൈവം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കൂ, 37-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 36-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ സ്തോത്രം 30 ലക്ഷം ഇസ്രായേൽ ജനത്തെ അസ്ഥിക്കൂമ്പാരത്തിന്റെ ഇടയിൽ നിന്ന് കാലൂന്നി എണീപ്പിപ്പാൻ ആ കാലഘട്ടത്തിൽ യഹസ്കേലിന്റെ ദൈവം ശക്തമായി ഉപയോഗിച്ചെങ്കിൽ ഇന്ന് രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം ആരോടൊക്കെയോ ദൂത് പറയുന്നു, നീ കാലൂന്നി എണീക്കേണ്ട ദിവസം കഴിഞ്ഞു, മണിക്കൂറുകൾ കഴിഞ്ഞു, നിന്നെ കാലൂന്നി എണീപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് പുറകിലോട്ട് വലിക്കുന്ന കാലചക്രങ്ങളെ 2ആയി കീറിക്കളയുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവജനത്തോട് ആലോചനയായി ദൂതായി പറയാം, നിന്നെ പുറത്തെടുക്കുന്ന നാഴിക അതിക്രമിച്ചിരിക്കുന്നു, ദൈവം അത് പുറത്തെടുക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ഇന്ന് രാത്രി 1 മിനിറ്റ് പോലും സ്തോത്രം ഇരിക്കാൻ കഴിയാത്ത നമുക്ക് ഇതിന്റെ മുമ്പിൽ മണിക്കൂറോളം ചെലവഴിക്കാൻ ദൈവം ഒരു ആയുസ്സിന്റെ ദിനം കൂടെ തന്നെങ്കിൽ, ദൈവം ഇതിലെ എത്രയോ മോഹങ്ങൾ പൂമണിഞ്ഞിരിക്കുന്ന, എത്രയോ മോഹങ്ങൾ പൂമണിയേണ്ട, എത്രയോ ആയിരക്കണക്കിന് പേർ എങ്ങും എത്താതെ പകുതി വഴിയിൽ പൊലിഞ്ഞു പോയി, മോഹങ്ങൾ തകർന്നും ഉടഞ്ഞും തരിപ്പണമായി പോയപ്പോൾ ഇന്ന് രാത്രി നമുക്ക് വേണ്ടി തന്ന ഒരു ദൈവം ഈ രാത്രിയിലും സംസാരിക്കുന്നു. ഒരു വലിയ സൈന്യമായി 36-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേൽ ജനത്തെ മുഴുവനും ഒറ്റ വാക്കിന്റെ മുമ്പിൽ അവർക്ക് പുതിയ ഞരമ്പും പുതിയ മാംസവും പുതിയ തൊക്കും പുതിയ ബ്ലഡും അടച്ച് ഒരു കൂട്ടമല്ല, 1000 2000 അല്ല,
30 ലക്ഷം പേരെ താഴ്വരയുടെ നടുവിൽ അസ്ഥിക്കുമ്പാരത്തിന്റെ മുൻപിൽ ഒരേ സ്വരത്തിൽ ഒരേ ജനതയായി ഒരേ സൈന്യമായി കാലൂന്നി എണീപ്പാൻ ഒരു പ്രവാചകരെ ആ കാലഘട്ടത്തിൽ ദൈവം എണീപ്പിച്ചു എങ്കിൽ ഈ കൃപായുഗമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം നോക്കിക്കണ്ട് ആരെ കൃപ ഏൽപ്പിക്കണമെന്ന് കാത്തിരിക്കുന്ന സുദിനം ആസന്നമായിട്ടുണ്ട്. ദൈവത്തിന് വേണ്ടി വില കൊടുക്കുന്ന, ദൈവത്തിന് വേണ്ടി കാലഗതികളെ അതിൻ്റെതായ നിലയിൽ തിരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൃപകളും കൃപാവരങ്ങളുമായി എന്റെ കർത്താവ് വാനമേഘയെ ആകാശവിനാദം കീറി മുറിച്ചുകൊണ്ട് 7 സമുദ്രത്തിലെ ജലത്തെ ഉള്ളങ്കരത്തിൽ വഹിച്ചുകൊണ്ട് 7 നിലവിളക്ക് നടുവിൽ ഉലാവുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇരിക്കുന്ന പട്ടണം ഇളകി മറിയത്തക്ക തലത്തിൽ നീ ഇരിക്കുന്ന കുടുംബത്തിനകത്ത് പൂജകളും പൂജാശക്തികളും കൂടപാത്രങ്ങളും കുഴിപ്പോരുകളും ഒളിപ്പോരുകളും ഒളിയായുധങ്ങളും ഇന്ന് രാത്രി പരാജയപ്പെടുന്ന വാഴ്ത്തത്വങ്ങളും ഭാവിക്കെതിരെയും വെല്ലുവിളി ഉയർത്തുന്ന പൈശാചിക കോട്ടയ്ക്കെതിരെ കാലൂന്നി എണീക്കാൻ ഈ തലമുറയിൽ ഒരു കൂട്ടം പേരെ ദൈവം കാലഘട്ടത്തിന് വിരോധമായി ചലിക്കാൻ ഇന്ന് രാത്രി സഞ്ചരിക്കാൻ തുഴയുന്ന തുഴ നേരെ തുഴയാം ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ചിലരോട് ദൈവാത്മാവ് ദൂത് പറഞ്ഞ് മുമ്പിലോട്ട് പോകുക. സ്തോത്രം. 36-ാം അധ്യായത്തിൽ നിന്ന് സംസാരിക്കാൻ മണിക്കൂറോളം സംസാരിക്കാനുള്ള ദൂത് കിടപ്പുണ്ട് കേട്ടോ, ആലോചന കിടപ്പുണ്ട്. നീ ഇന്ന് മസ്തിക്കുംഭാരമായി ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എണീക്കാൻ വിടത്തില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന, നിന്റെ സ്വപ്നങ്ങളൊന്നും നിവർത്തിക്കില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന പഴയ പൈശാചിക കോട്ടകൾ, കുടിയിരിപ്പുകൾ നിവർത്തിച്ച് കാണത്തില്ല എന്നുള്ള നിന്റെ നിരാശയോടെ ഇരിക്കുകയാണോ? ഇന്ന് രാത്രി നിരാശകളെ മാറ്റി, ഭാരങ്ങളെ മാറ്റി, അകപ്പതനങ്ങളെ മാറ്റി മുൻപിലോട്ട് ചലിക്കാൻ ഒരു ആത്മസാന്നിധ്യത്തിൽ പുതിയ ആത്മാവിനെ ജനത്തിന് ദൈവം നൽകിയെങ്കിൽ തീർന്നില്ല കേട്ടോ, പുതിയ ഹൃദയത്തെ നൽകിയ ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി എഹെസ്കേൽ 19:3-4, എഹെസ്കേൽ 10:2-3-4-5, എഹെസ്കേൽ 2-ാം അധ്യായം അതിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ, എഹെസ്കേൽ 34 അതിന്റെ 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ, എഹെസ്കേൽ സ്തോത്രം 18-6 മുതൽ 9 വരെ, എഹെസ്കേൽ 17 8 മുതൽ 11 വരെ, എഹെസ്കേൽ 8-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെ, എഹെസ്കേൽ 11 അതിന്റെ 13 മുതൽ 15 വരെ, എഹെസ്കേൽ 14 അതിന്റെ 12 മുതൽ 18 വരെ. ഇന്ന് രാത്രി വീശിയടിക്കുന്ന കാറ്റ് പോലെ, പെയ്തിറങ്ങുന്ന മഴ പോലെ ആരുടെയൊക്കെ ശരീരങ്ങളിൽ ഇന്ന് രാത്രി ചലിപ്പിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ചില അസ്ഥികൾ ഇന്ന് രാത്രി ചലിക്കുന്ന രാത്രിയാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്ന മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ സാന്നിധ്യം. Glory to God. Hallelujah. അത്രയും പറഞ്ഞ ആ ഭാഗം നിർത്തുകയാണ്. ആത്മാവിന് വലിയൊരു ഒഴുക്കുന്ന രാത്രി ഇതിനകത്ത് ചലിക്കുന്നുണ്ട് കേട്ടോ. ദൈവജനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. സ്തോത്രം. ആ സബ്ജക്റ്റിനകത്തേക്ക് കയറാൻ കഴിയാതെ ദൈവാത്മാവിന് രാത്രി ഞാനിരിക്കുന്ന പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവം ചലിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൂ. ഒരു വലിയ ആത്മസാന്നിധ്യം ഇന്ന് രാത്രി നിങ്ങൾ ഇരിക്കുന്ന കൂടാരത്തിൽ വെളിപ്പെടാൻ പോകുക. സ്തോത്രം. ആരും എന്നെ കാണരുതെന്ന് പറയണ്ട. നിന്റെ കാണുന്നൊരു കണ്ണുണ്ട് കേട്ടോ. ആർക്കും അടയ്ക്കാൻ കഴിയാത്ത, ആർക്കും തൊടാൻ കഴിയാത്ത 2 കരം നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. ആർക്കും പ്രവർത്തിച്ചു കൂടാത്തൊരു രാത്രിയിലും അവന്റെ 2 കാല് ചലിക്കുന്നുണ്ട്. ആരും ചലിക്കില്ല എന്ന് പറയുമ്പോൾ അവന്റെ 2 കണ്ണ് നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. നിന്റെ യാത്രയ്ക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. നിന്റെ പുരോഗതിക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. നിന്നെ രക്ഷിക്കാൻ തന്നെ 2 കരവും ഇന്ന് രാത്രി വില്ലിംഗ് ആയിരിപ്പുണ്ട്. അവന്റെ ചെവി നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. അവന്റെ കാൽപാദങ്ങൾ നിന്റെ വിഷയത്തിന് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുന്നു. ചലനമറ്റവനല്ല, കഴിവില്ലാത്തവനല്ല, കഴിവ് കെട്ടവനല്ല, കഴിവുള്ള ഊർജ്ജനായ അത്യുന്നതനായ ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി 36-ാം അധ്യായം പറയുന്നു, ഒരു സൈന്യമായി എണീക്ക്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ 37-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നത് വിശുദ്ധ ദേവാലയവും വിശുദ്ധ നഗരവും വിശുദ്ധ ദേശവും ഇവരുടെ അന്ത്യകാല പുരാതന സ്ഥാപനത്തെ സ്തോത്രം വരച്ച കൊമ്പും പുസ്തകം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ചില
താഴ്വരയിലേക്ക് തന്നെ ജനത്തെ ദൈവം നടത്തുകയാണ്. നോക്കൂ, ദൈവത്തിന്റെ വിശാലമായ ചില സ്തോത്രം കണ്ണുകൾ അവിടെ പതിയുക. ദൈവത്തിന്റെ ജനം ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. സ്തോത്രം. ദൈവം നിങ്ങളെ ആക്കി വെച്ച സഭയ്ക്കുള്ളിൽ നിങ്ങൾ തീ പോലെ ജ്വലിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ കാണുമ്പോൾ സാത്താൻ ദേശം വിട്ട് ഓടണം. നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ കാൽപാദം ചലിക്കുമ്പോൾ തന്നെ സാത്താന്റെ ശക്തികൾ തകരണം. പരാജയം വിട്ട് വിതയ്ക്കുന്ന വിത്തുകളെ ഒന്നുപോലും മുളപ്പിക്കാതെ അതെല്ലാം തകർക്കണമെങ്കിൽ നീ തീയായി തീരണം. പ്രൈസ് ദി ലോർഡ്. നീ ഒരു തീ പന്തമായി തീരണം. പിശാച് ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ അവൻ നിന്നെ കണ്ട് പേടിച്ചു പോകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശമനപരകതന വൈഡകരാജകൽക്കനാദി 33 മുതൽ 48 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ, ദൂത് പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ ഭാവി വീണ്ടെടുപ്പിനായി പ്രവർത്തിക്കുന്ന സർവശക്തനായ സർവകൃപാലുവായ ദൈവത്തിന്റെ മഹാദയയുടെ നടുവിലും ദൈവത്തിന്റെ പുരാതനമായി കിടക്കുന്ന ചില വാഴ്ത്തത്തങ്ങൾ തലമുറയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ ദൈവം ഈ കാലഘട്ടങ്ങളിൽ ചിലരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്താ വചനം പറയുന്നത്? നിന്റെ തലമുറകൾ നിന്റെ തലമുറകൾ എന്ത് പണിയുമെന്ന പുരാതനമായി ഇടിഞ്ഞു കിടക്കുന്ന ചില ശൂന്യതകളെ നിന്റെ തലമുറകൾ പണിയാൻ പോകുക. അപ്പന് കഴിയാത്തത്, അമ്മയ്ക്ക് കഴിയാത്തത്, പിതാക്കന്മാർ കഴിയാത്തത് തലമുറ പണിയും. ഈ നൂറ്റാണ്ടിൽ തലമുറകൾ പണിയുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ഞങ്ങൾ എണീറ്റ് പണിയും. ഒരു വിരുന്നുവാഴിയായിരിക്കുന്ന, ഒരു കുക്കിംഗ് ആയിരിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ട് ദൈവം ചുറ്റുമതിൽ പണിയിച്ചെങ്കിൽ പണിയിക്കുന്ന നെഹമ്യാവിനോട് ദൈവത്തിന്റെ ആത്മാവ് ഡയറക്റ്റായി സംസാരിച്ചു എങ്കിൽ ദാഹം ജ്വലിക്കട്ടെ. അഭിഷക്തന്മാർക്ക് ചെയ്യാൻ കഴിയാത്തത് ഒരു വിശ്വാസിക്ക് ചെയ്യാൻ കഴിയും. അഭിഷക്തന്മാർ പലപ്പോഴും വീണു പോകുമ്പോൾ വിശ്വാസിയെ ദൈവം കാലൂന്ന് എണീപ്പിക്കും. യെരൂശലേം ദേവാലയം ഒരു വ്യക്തിക്കും പണിയാൻ കഴിയാതിരിക്കുമ്പോൾ അകത്ത് കിച്ചണിൽ ജോലി ചെയ്യുന്ന നെഹമ്യാവിനെ കൊണ്ട് ഒരു പ്രവാചകനാക്കി വെന്തും കരിഞ്ഞും കിടക്കുന്ന മതിൽക്കെട്ടുകളും വാതിലുകളും പണിയാൻ ആ കാലഘട്ടങ്ങളിൽ നെഹമ്യാ പ്രവാചകനെ ഒരു പ്രവാചകനാക്കി അടുക്കളയിൽ നിന്ന് ആ രംഗത്തേക്ക് ശുശ്രൂഷയിലേക്ക് കൈപിടിച്ചുണർത്തിയത് യെരൂശലേമിലെ മറ്റാരുമല്ല, സ്വർഗത്തിലെ ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആരെയൊക്കെ ദൈവാത്മാവ് തൊടുകയാ? സ്തോത്രം. ഹല്ലേലൂയ. ആരോടൊക്കെ ദൈവാത്മാവ് ഇന്ന് രാത്രി സംസാരിച്ചു കൊണ്ടിരിക്കുക? ഹല്ലേലൂയ. നിരാശകൾ വരും, ഭാരങ്ങൾ വരും, വേദനകൾ വരും. നിന്റെ വാഴ്ത്തത്വങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാ. അവിടെ എല്ലാം കണ്ടുപിടിച്ച് പ്രാർത്ഥിച്ചോളണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശൗൽ രാജാവ് ദാവീദിനെ കണ്ടപ്പോൾ തനിക്കൊരു നിയോഗമിളകി. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം, പലരും ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദൂതിലേക്ക് ദൈവാത്മാവ് വചനത്തിലേക്ക് കടക്കാൻ പറ്റുന്നില്ല. ദൂതിലേക്ക് പോക കേട്ടോ. ദാവീദിനെ കണ്ടപ്പോൾ ശൗൽ രാജാവിന്, പഴയ രാജാവിന് ഒരു ചെറിയൊരു കുരുട്ട് ബുദ്ധി തോന്നി. സ്തോത്രം. ഹല്ലേലൂയ. ഞാനിങ്ങനെ ചിന്തിക്കുക, എന്താ അങ്ങനെ ഒരു ബുദ്ധി തോന്നിയത്? കാരണം ദാവീദ് പോകുന്നത് ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയാ. സ്തോത്രം പറ. ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യാൻ പോയപ്പോ പരാജയപ്പെട്ട്, ശുശ്രൂഷ നഷ്ടപ്പെട്ട്, അഭിഷേകം നഷ്ടപ്പെട്ട്, ദുരാത്മാവേറിയ ശൗല് പറയുക, എടാ നില്ലടാ, എടാ നില്ലടാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിൽക്കാൻ മാട്ടെ, നില്ലടാ, കൊഞ്ചം നില്ല്. പ്രൈസ് ഇല്ല, ഞാൻ നിൽക്കില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ദൂരം യാത്ര ചെയ്യാനുണ്ട്. ഇല്ല, നീ പോകരുത്, നിൽക്ക്. ഞാൻ ഒന്ന് പറയട്ടെ. ഹല്ലേലൂയ. നീ ഈ കുപ്പായിട്ടുണ്ട് പോയാലേ നിനക്ക് അവന്റെ മുമ്പിൽ നിനക്ക് നിൽക്കാൻ കഴിയില്ല. നിനക്ക് ഞാനൊരു പടച്ചട്ട തരാം. എന്ന് രാത്രി ആരുടെയൊക്കെ ശരീരത്തിൽ പടച്ചട്ട വീണിട്ടുണ്ട്? എന്ന് രാത്രി ദൈവത്തോടെ ദാവീദിനെ പോലെ വലിച്ചു പിടിച്ച് ദൂരെ എറിഞ്ഞാൽ ഈ രാത്രി നിന്നോടാ ദൈവം പറയുന്നത്. മുൻപിലോട്ട് ചലിക്കാൻ കഴിയാത്തത് ശൗൽ പറഞ്ഞു, എനിക്കേ പറ്റുന്നില്ല, നീയും ചെയ്യണ്ടടാ. നീയും പരാജയപ്പെടും. ഞാനും പരാജയപ്പെട്ടു, നീയും പരാജയപ്പെടും. അതാണ് ആ പടച്ചട്ട. ഇന്ന് രാത്രി ദൈവവൈദ്യരെ നീ കാൽ വെച്ച് മുൻപിലോട്ട് കുതിക്കാൻ തയ്യാറാകുമ്പോൾ നിന്നെ പുറകിലോട്ട് വലിക്കുന്ന ഒരു പടച്ചട്ടയുണ്ട്. അതിനെ ദാവീദിനെ നിയോഗം പ്രാപിച്ചവൻ, അഭിഷേക തൈലം തലയിൽ വീണവൻ, നിയോഗത്തോടെ പുറപ്പെട്ടവൻ, അവൻ അതിനെ സ്തോത്രം ചെയ്ത് ആകാശത്തിലേക്ക് നോക്കി കർത്താവിന്റെ മുഖം കണ്ടുകൊണ്ട് ആ പടച്ചട്ടയെ വലിച്ചെറിഞ്ഞു. ഇന്ന് രാത്രി ചിലത് എഴിഞ്ഞുകളാ നിന്നെ
പുറകിലോട്ട് വലിക്കുന്ന നിയോഗത്തിൽ നിന്ന്, ശുശ്രൂഷയിൽ നിന്ന്, ആത്മീക മണ്ഡലത്തിൽ നിന്ന് നിന്നെ ഒന്നുമല്ലാതാക്കുന്ന ചില പടച്ചട്ടകൾ അടിച്ചേൽപ്പിക്കുന്നതിന് പുറത്തുകളാ നിന്നെ പുറത്തേക്ക് വരാൻ വിടാതെ ചിലത് അടിച്ചേൽപ്പിക്കുകയാ. ശബലപരകതല വൈഡകരാജകൽക്കനാദി. ഹല്ലേലൂയ, ആമേൻ. തിരിച്ചറിയണം ദൈവമക്കൾ, തിരിച്ചറിയണം. ഹല്ലേലൂയ. ആത്മീയത്തെ തകർത്ത് കളയുന്ന പടച്ചട്ടകളെ തിരിച്ചറിയണം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞുടാ, നീ ദൈവത്തെ സ്നേഹിച്ചാൽ, ഈ ദൈവത്തെ നീ മുൻപിലോട്ട് കൊണ്ടുപോയാൽ ഞാൻ ആത്മഹത്യ ചെയ്യും. സ്തോത്രം. ഞാൻ പറഞ്ഞു ഓക്കെ, നടക്കട്ടെ, ഞാൻ കുഴിച്ചു മൂടാം. പിന്നെ ഞങ്ങളിവിടെ നിൽക്കുകയല്ലേ, എപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കുഴിച്ചിട്ട് നേട്ടാൽ മതി. ഈ വചനം എടുത്തോണ്ട് നിങ്ങൾ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ തീർന്നോ, ഇതോടെ തീരുമല്ലോ. ആമേൻ. പടച്ചട്ട അവിടെ അടിച്ചു വെച്ചു, നടക്കില്ല എന്ന് കണ്ടു. കേസിന് പകരം കേസുകൾ കൊടുത്തു, നടക്കില്ല എന്ന് കണ്ടു. ആമേൻ. ലാസ്റ്റ് പരാജയപ്പെട്ടു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കലക്ക വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തിയെന്നേ. നിന്റെ എന്റെയും ജീവിതത്തിൽ വരുന്ന ആത്മീയത്തിന് വിരോധമാകുന്ന പടച്ചട്ടകൾ അമ്മയല്ല ആരാണ് ഇട്ടെങ്കിലും ഊരിക്കളയാൻ നീ തയ്യാറാണെങ്കിൽ, പുസ്തകം പിടിച്ചു നിന്ന് തയ്യാറാണെന്ന് പറയാൻ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി പുസ്തകം ചുമക്കാൻ തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ അമ്മ ഇരുത്തി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് വേദിയിൽ. തല കുനിച്ചിരുന്നില്ല, അവരെ എണീറ്റ് എന്ന് സ്വീകരിച്ചു. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ മരിക്കുന്നെങ്കിൽ പോട്ടെന്നേ. ആമേൻ. ദാവീദ് പറഞ്ഞു, ഇല്ല രാജാവേ, നീ വച്ചിരിക്കുന്ന ഈ പടച്ചട്ട എൻ്റെ ഈ ആത്മീയത്തിന് കോട്ടം വരുത്തുന്ന പടച്ചട്ടയാ. നീ വരുത്തുന്ന പടച്ചട്ട എൻ്റെ ആത്മീക മണ്ഡലത്തിൽ കോട്ടം വരുത്തുന്ന പടച്ചട്ട എന്ന് സ്വർഗത്തിൽ ദൈവം എന്നോട് പറയുന്നു. അതിനെ ഞാൻ ഇന്ന് പകൽ ഊരിക്കളയുക. അത് ബുള്ളറ്റ് പ്രൂഫ് ആണെങ്കിലും ഇനി കുന്തം കൊണ്ട് കുത്തിയാൽ അകത്ത് ശരീരത്തിൽ രക്തം പൊടിയാത്ത പടച്ചട്ടയാണെങ്കിൽ, നീ പറഞ്ഞെങ്കിൽ ഇതിന് മാഗ്നറ്റിന്റെ ആണെങ്കിലും ഇന്ന് ഈ ലോകത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളതാണെങ്കിലും എനിക്ക് പടച്ചട്ട വേണ്ട, എനിക്ക് പുസ്തകം മതി. എനിക്ക് നിന്റെ ഉപദേശം വേണ്ട, എനിക്ക് പുസ്തകം മതി. നിന്റെ ബേക്കിലോട്ടുള്ള നന്മ എനിക്ക് വേണ്ട, എനിക്ക് പുസ്തകം മതി. നിന്റെ പ്രൊട്ടക്ട് എനിക്ക് വേണ്ട, എനിക്ക് പുസ്തകം മതി. അതിനുവേണ്ടി നിൽക്കാൻ തയ്യാറുള്ളവരെ ഇന്ന് രാത്രി സ്വർഗം ആമേൻ കരങ്ങളിലെടുക്കുന്ന ഒരു ദൈവമാണ്. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. ദൈവവൈതലേ, ഞാനിരിക്കുന്ന റൂമിനകത്ത് ഇതുവരെയും തുറക്കാത്ത ബൈബിൾ വരെ പുതിയതിരിപ്പുണ്ട്. ഇനി ഏതൊക്കെ തുറക്കുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. സ്തോത്രം, ആമേൻ, സ്തോത്രം. എനിക്ക് ഈ ബൈബിളിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ സംഭവിക്കുന്നത് പോലെയാണ്. കട കണ്ടു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വണ്ടി അങ്ങോട്ട് തിരിയും. എത്ര ബൈബിൾ ഉണ്ടെങ്കിലും ഞാൻ പിന്നെയും പോയി വാങ്ങും. ഈ വർഷം വാങ്ങിച്ച ബൈബിൾ 8 എണ്ണമാണ്. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ഇനിയും വാങ്ങാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക. എന്തെന്നറിയാമോ? എന്തിനാ? ഇതിന് ഏറെ ആയിരങ്ങൾ കത്തിച്ചാളാം ഞാൻ. ആയിരക്കണക്കിന് ബൈബിളിനെ കൂട്ടിയിട്ട് കത്തിച്ചാളാം ഞാൻ. ഇന്ന് ആയിരക്കണക്ക് വാങ്ങാൻ എൻ്റെ കർത്താവ് എനിക്ക് എൻ്റെ ശക്തി തരുന്നെങ്കിൽ ഇതിൻ്റെ പിന്നിൽ വേറെ ഒന്നുമല്ല കേട്ടോ. ആമേൻ. ആത്മാർത്ഥതയോടെ അപ്പനെ പിന്തുടരുന്നവർക്ക് വേണ്ടി ചെയ്യുന്നത് ആമേൻ, ആമേൻ, ചെറിയ കാര്യമല്ല കേട്ടോ, വലിയ കാര്യങ്ങളാ. ഇന്ന് രാത്രി സകലതും നന്മയ്ക്കായി ചെയ്ത ദൈവം ദാവീദിനറിയാം, എൻ്റെ മേലിട്ട പടച്ചട്ട എനിക്ക് ഒരു യുദ്ധവും ചെയ്യാൻ കഴിയത്തില്ല. എൻ്റെ പൊക്കണത്തിൽ കിടക്കുന്ന കല്ല് ഒന്നുപോലും എടുക്കാൻ കഴിയത്തില്ല. രാജാവ് ഇതെനിക്ക് വേണ്ട എന്ന് ഊരിയെറിയുമ്പോൾ ദാമേ ശൗലിന്റെ മുഖം പോയ പോക്ക് കാണണം. നിങ്ങളുടെ പലരും മുഖം ഇരിക്കും പോലെ. അല്ലേലും വയ്യ. സ്തോത്രം, ഹല്ലേലൂയ. ശൗൽ വിചാരിച്ചടേ അവൻ തോക്കും. ഇല്ലടാ, എന്റെ മുമ്പ് നിൽക്കുന്നവൻ വേറെയാ. ഞാൻ ഇറങ്ങി വന്ന തോട്ടിന്ന് 5 മിനുസമുള്ള കല്ല് കിട്ടിയെങ്കിൽ അതിൽ ഒന്നുപോലെ എടുക്കാൻ ദൈവം എന്നെ അധികാരം തരുന്നെങ്കിൽ ആ ഒറ്റ അടിക്ക് അവനെ തെരുന്നെറ്റിയെ ഞാൻ താഴെ കൊണ്ടിട്ട് മൂട്ടുമുട്ടുന്നു ഞാൻ. പ്രൈസ് ദി ലോർഡ്. അതാണ് തീരുമാനം അതാ. ആമേൻ, സ്തോത്രം. ഓണത്ത് ഇഞ്ചിയെല്ലാം കടിച്ചിരിക്കും പോലെ മുഖത്ത് ഇഞ്ചിയുടെ വെട്ടമൊന്നും വേണ്ടെന്ന്, ഒന്ന് പ്രകാശിക്കുന്നേ. ആമേൻ. അവങ്കിലേക്ക് നോക്കിയാൽ പ്രകാശിച്ചെന്നല്ലേ. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ഇഞ്ചി കഴിച്ചില്ല, ബാക്കിയെല്ലാം കഴിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. അടുത്ത് നോക്കൂ, ഈ പുസ്തകം ആമേൻ 33 മുതൽ 48 വരെയുള്ള അധ്യായങ്ങൾ പറയുന്നു ഒരു ഭാവികാല വീണ്ടെടുപ്പ്. സ്തോത്രം.
ആമേൻ. ആ ഭാഗം അവിടെ അങ്ങ് വിടുകയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം ഏൽപ്പിച്ച ദൂതിലേക്ക്, ക്ലാസ്സിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ പോകുകയാണ്. ഇനിയാണ് ക്ലാസ്സിലേക്ക് വരാൻ. സ്തോത്രം. നമ്മളോട് വായിച്ച വാക്യം 1-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം കൊണ്ട് അധ്യായം തീരുകയാ. പക്ഷെ ദൂത് തീരുന്നില്ല. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പോകണം നമുക്ക്. ആമേൻ. സമയമുണ്ട്. ഇവിടെ ആദ്യകാല സംഭവങ്ങളിലേക്ക് വരുമ്പോ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോ അവിടെ ഒരു ദൂതുണ്ട് കേട്ടോ. ഉൽപ്പത്തി പുസ്തകം, ആമേൻ, സ്തോത്രം. അവിടെ നിന്ന് നമുക്ക് വന്നെങ്കിൽ മാത്രമേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരുവിധം നമുക്ക് ഒന്ന് ഒപ്പിക്കാൻ പറ്റൂ. 9-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 13-ാമത്തെ വാക്യം ഒരാൾ വായിക്കണേ. അടുത്തൊരാൾ വായിക്കേണ്ടത് വെളിപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഒരാൾ വായിക്കണം. അടുത്തൊരാൾ വായിക്കേണ്ടത് 10-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ഈ 3 അധ്യായം 3 പേര് പെട്ടെന്ന് എടുത്തു വെച്ച് വായിച്ചോളണം. പ്രൈസ് ദി ലോർഡ്. ഒരാൾ ആദ്യം വായിച്ചിട്ട് അതിന്റെ കുറച്ച് വിശദീകരണം ചെയ്ത ശേഷം ഞാൻ പറയുമ്പോൾ അടുത്ത അധ്യായം നിങ്ങൾ മിന്നൽ പോലെ വായിക്കണം. പ്രൈസ് ദി ലോർഡ്. വായിച്ചാട്ടെ. ഉൽപ്പത്തി 9:13. ഞാൻ എന്റെ വില്ല് മേഘത്തിൽ വെക്കുന്നു, അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും. ഞാൻ എന്റെ വില്ല് മേഘത്തിൽ വയ്ക്കുന്നു, അത് ഞാനും എന്റെ ദൈവമായിട്ടുള്ള ഒരു അടയാളമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്കറിയാം, ആമേൻ, 1-ാമത്തെ അധ്യായം മുതൽ നമ്മൾ വായിച്ചു വരുമ്പോൾ 9-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരപ്പെടുമ്പോൾ അതിനകത്ത് ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞാൽ നോഹയുടെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതാണ്. 9-ാമത്തെ അധ്യായത്തിന്റെ താഴോട്ട് നമ്മൾ വായിച്ച് 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നോഹയുടെ കുടുംബത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. ആമേൻ, സ്തോത്രം. എന്നാൽ ഈ വില്ല് നമുക്കറിയാം, ഇതിനകത്ത് ആമേൻ 1-ാമത്തെ അധ്യായവും 2-ാമത്തെ അധ്യായവും പഠിക്കുമ്പോഴും, ആമേൻ, സ്തോത്രം, 4-ാമത്തെ അധ്യായത്തിലേക്ക് വരപ്പെടുമ്പോഴും 9-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വാക്യവും പറയുന്നത് ദൈവം നോഹയെയും അവന്റെ പുത്രിമാരെയും അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. അവനോട് അരുളിച്ചത് എന്തെന്നാൽ, നിങ്ങൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്വന്ത ദൃഷ്ടിയിൽ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി, ആമേൻ, നിങ്ങൾ സ്വന്തം ദൃഷ്ടി കൊണ്ട് കാണാൻ പോകുകയാ. നോക്കട്ട് പറയാ, നീ സ്വന്തം ദൃഷ്ടി കൊണ്ട് ചിലത് കാണും. എന്നിട്ട് ആമേൻ, അടുത്ത് ദൂതായി വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? സന്താനപുഷ്ടിയുള്ളവരായി. പ്രൈസ് ദി ലോർഡ്. ഇത് നേരത്തെ കേട്ടതാ. നീ സ്വന്തം ദൃഷ്ടി കൊണ്ട് ചിലത് കാണാൻ പോകുകയാ. സ്തോത്രം. 6-ാമത്തെ അധ്യായം പഠിക്കുമ്പോഴും 7-ാമത്തെ അധ്യായം പഠിക്കുമ്പോഴും 5-ാം അധ്യായം പഠിക്കുമ്പോഴും പറയുന്നത്, 8-ാമത്തെ അധ്യായത്തിലേക്ക് ഒരു പറയുന്നു കൃപ ലഭിച്ചു. ആമേ 6-ാം അധ്യായത്തിൽ പറയുന്നു അവന് പിന്നെയും കൃപ ലഭിച്ചു. എന്നാൽ ആമേ 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നു നോഹയെ പിന്നെയും ദൈവം ആമേ മുമ്പിലോട്ട് കൊണ്ടുവരിക എന്ന്. നോക്കൂ, ഈ അധ്യായത്തിൽ എന്ത് ചെയ്യണം? നീ സന്താന പുഷ്ടി ഉള്ളവരായി എന്ത് ചെയ്യണം? നീ പെരുകി ഭൂമിയിൽ എന്ത് ചെയ്യണം? നിറയണം. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിൽ നിറഞ്ഞു വരണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിറഞ്ഞു വരാൻ ദൈവം നോഹയെ കുടുംബത്തെയും ദൈവം എടുത്തിട്ട് 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, ഞാനൊരു കാര്യം ചെയ്യാൻ പോകുക, ഞാൻ എൻ്റെ വില്ല് മേഘങ്ങൾക്കിടയിൽ വയ്ക്കും. പ്രൈസ് ദി ലോർഡ്. അവിടെ വയ്ക്കുന്നു. അടുത്ത്, അത് ഞാനും ഭൂമിയും, ആമേൻ, അത് തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും. അപ്പൊ ഈ വില്ല് ഏതെന്നറിയാമോ? ഈ മഴ സമയത്ത് നമ്മൾ കാണുന്നില്ലേ മഴവില്ല്? അത് തന്നെ, വേറെ സംശയമൊന്നുമില്ല. ഇത് ആ കാലഘട്ടത്തിൽ ദൈവം നോഹയോട് പറഞ്ഞ് നോഹ അവിടെ വച്ച സംഭവം. പ്രൈസ് ദി ലോർഡ്. അത് ഈ വില്ല് ഇത്രയും പ്രധാനപ്പെട്ട എത്ര നിറമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, 7 നിറങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടൊരു മഴവില്ല് ഏത് രാജ്യത്ത് നിന്നും ആമേ തിളങ്ങണമെന്ന് ദൈവം തീരുമാനിക്കും. കണ്ടോ, അന്ന് വച്ച വില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നോക്കൂ, അത് 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ഭൂമിയുടെ മീതെ മേഘം ആമേ വരുമ്പോൾ മേഘത്തിൽ വില്ല് കാണാം. കണ്ടോ, മേഘത്തിൽ എന്ത് കാണാം? വില്ല് കാണാം. ഈ വില്ല് അന്ന് വച്ച വില്ല് മഴ സമയത്തും മേഘത്തിനകത്തുനിന്ന് പ്രത്യക്ഷപ്പെടും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അല്ലാതെ ഇത് പണ്ട് ഈ രാമലക്ഷ്മണന്മാരുടെ കയ്യിൽ വില്ലുണ്ടായിരുന്നു.
ഒരാൾ അങ്ങനെയാ പറഞ്ഞ, ഈ വില്ലാണ് അവരുടെ എറിഞ്ഞു കളഞ്ഞെന്ന്. എടാ, ആ വില്ലല്ല ഇത് ഈ പുസ്തകം പറയുന്നത് രാമലക്ഷ്മണന്മാരിലുള്ള വില്ലല്ല. ഇത് സ്വർഗത്തിലെ ദൈവവും നോഹയും തമ്മിലുള്ള നിയമത്തിനകത്ത് നിന്നുകൊണ്ട് ഈ വില്ല് അവിടെ അന്ന് വച്ചത് 14-ാമത്തെ വാക്യത്തിലും 15-ാമത്തെ വാക്യത്തിലും താഴോട്ട് നിങ്ങൾ വായിച്ചു നോക്ക്. ഈ അധ്യായത്തിനകത്ത് നിന്നിട്ട് നോക്കുമ്പോൾ അത് 12-ാമത്തെ അധ്യായവും 12-ാമത്തെ വാക്യവും 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴും അവിടെയും പ്രളയത്തെക്കുറിച്ചും നാശത്തെക്കുറിച്ചും ഭൂമിയെ നശിപ്പിക്കാനും ഇനി ജലപ്രളയവും മറ്റു കാര്യങ്ങളെക്കുറിച്ചും നോഹ വിളിച്ചു പറയുമ്പോൾ ദൈവത്തിന്റെ ജനത്തിന് അന്നൊരു മാനസാന്തരം വരാതിരിക്കുമ്പോൾ ഈ വില്ലിനെ താൻ അവിടെ മേഘങ്ങളുടെ ഇടയിൽ ഒളിപ്പിച്ചു വച്ചു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അതിന്നും തന്റെ ജനത്തിന്റെ ഇടയിൽ അത് വെളിപ്പെട്ടു വരിക. വായിച്ചാട്ടെ, വെളിപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഒരാളൊന്ന് ശക്തമായി വായിച്ചേ. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. സിംഹാസനത്തിന്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശ്യമായ ഒരു പച്ചവില്ല്. കാഴ്ചയ്ക്ക് നോക്കിയേ, ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും. പ്രൈസ് ദി ലോർഡ്. സൂര്യകാന്തം ഇരിക്കുന്നത് ആരാ? സ്വർഗത്തിലെ ദൈവം ഇരിക്കുന്ന വെളിപ്പാട് പത്മോസിന്റെ ദ്വീപിൽ കിടന്ന് കാണുന്ന ആമേ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആമേ, യോഹന്നാനെ കുറിച്ച് നമ്മളിവിടെ കാണുന്നു. അവൻ അവിടെ കിടന്ന് കാണുക. ഇരിക്കുന്നവൻ ആരാ? ആമേ, ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. സിംഹാസനത്തിന് ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സാദൃശ്യമുള്ളൊരു പച്ചവില്ല്. ആമേൻ. ഈ പച്ചവില്ല് 4-ാമത്തെ വാക്യത്തിലേക്ക് ഒരു സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനവും ആമേ വെള്ള ഉടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരും അവരുടെ തലയിൽ പൊൻകിരീടവും. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിനകത്തേക്ക് നിൽക്കുമ്പോൾ കാണുന്ന വെളിപ്പാട്, ഉടനെ ഞാൻ ആത്മവിവശനായി. സ്വർഗത്തിൽ ഒരു സിംഹാസനം വച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ മുഖമാണ് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. ആമേൻ. നമ്മുടെ കർത്താവ് ആരെന്നറിയാമോ? ആമേൻ. അവൻ സുന്ദരനാ. ഹല്ലേലൂയ. ആമേൻ. അവൻ 1000ങ്ങളിൽ സുന്ദരനാ, അവൻ 10000ങ്ങളിൽ സുന്ദരനാ. അതുകൊണ്ടല്ലേ സൗന്ദര്യത്തിൽ 1000 സൂര്യഗോളം ഒന്നിച്ചുദിച്ചാലും അവനെപ്പോലെ പ്രകാശത്തിൽ സൂര്യഗോളം വരത്തില്ല. അത്ര സൗന്ദര്യമുള്ളവൻ നിനക്കും എനിക്കും വേണ്ടി സൗന്ദര്യത്തെ വരെ ഏൽപ്പിച്ചു കൊടുത്തില്ലേ? സകലത്തെയും ആമേൻ ഏൽപ്പിച്ചു കൊടുത്തില്ലേ? അവന്റെ രൂപമല്ലാതായി തീർന്നില്ലേ? എന്നാൽ ഇന്ന് രാത്രി ശ്രദ്ധിക്കൂ, ഇവന്റെ ശരീരത്തിനകത്ത് നിന്ന് ഒന്ന് പുറപ്പെടുന്നു. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നതും ഞാൻ കണ്ടു. കാഹളനാഥൻ പോലെ എന്നോട് സംസാരിച്ചത് കേട്ടു. ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചൊരു കൽപ്പന കൊടുക്കുകയാ. മേലാൽ സംഭവിക്കാനുള്ളത് ഇപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പെറ്റമ്മയെ വരെ ബലാത്സംഗം ചെയ്യുന്ന കാര്യം ഞാൻ നിനക്ക് കാണിച്ചു തരാം. സ്വന്തം കൂടപ്പിറപ്പിനെ ചീത്തയാക്കുന്ന തലമുറയുണ്ട്, ഞാൻ കാണിച്ചു തരാം. പാപത്തെ പോലും പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്ന ഒരു രാഷ്ട്രമുള്ളതായി വരുന്നു. നിനക്ക് ഞാൻ കാണിച്ചു തരാം. വചനത്തിന് വിരുദ്ധമായി വരുന്ന ഒരു തലമുറ ഉത്ഭവിച്ചു വരുന്നു. അത് നിനക്ക് കാണിച്ചു തരാം. അവന്റെ ശോഭ എന്തെന്നറിയാമോ? അവൻ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ഒരു തലമുറ പുറത്തു വരുന്നു. ആർക്കും അനുസരിക്കാതെ, യാഗപീഠങ്ങൾ പണിയാതെ, യാഗങ്ങൾ അർപ്പിക്കാതെ, ഉപവാസങ്ങൾ ഇരിക്കാതെ, പ്രാർത്ഥനകൾ ചെവി കൊടുക്കാതെ ഒരു തലമുറ വരുന്നു. ആർക്കും ശാസിക്കാൻ കഴിയാത്ത മനുഷ്യൻ സ്വസ്നേഹികളായി തീരുന്ന ഒരു കാലഘട്ടം പുറത്തു വരുന്നു. കാലഘട്ടത്തിനകത്ത് നിൽക്കുന്ന ദൈവസഭയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ.
സഭകൾക്കകത്ത് വചനം ഉയരണം. വചനത്തിൻ്റെ അകത്തിലേക്ക് ദൈവവചനം, ആമേൻ, അകത്തിലേക്ക് ദൈവജനം, സഭ കയറി വരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ദൈവ പൈതലേ, ആമേൻ. അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വലിയൊരു ശക്തി വെളിപ്പെടുക കേട്ടോ. ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് ഈ താഴെ ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മറ്റൊരു ദൂതൻ ഇന്ന് രാത്രി, ആമേൻ. ഈ ദൂതന്മാർക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എല്ലായിടത്തും ദൂതൻ ഇറങ്ങില്ല. ആമേൻ. പാപം ചെയ്യുന്നിടത്ത് ദൂതൻ ഇറങ്ങത്തില്ല. ആമേൻ. പാപത്തിന് കൂട്ടു നിൽക്കുന്നതല്ല ദൂതൻ. ഹല്ലേലൂയ. അവൻ മനുഷ്യന് സാദൃശ്യമായവൻ, മനുഷ്യനോട് കൂടെ ഇരിക്കുന്നവൻ, അവരെ പോലെ സംസാരിക്കുന്നവൻ. അവൻ ദൂതൻ മനുഷ്യനെ സഹായിക്കാൻ ഇറങ്ങി നിൽപ്പുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾക്കറിയോ, ഞാൻ താമസിക്കുന്ന വീട്ടിൻ്റെ ചുറ്റും വന്നിരുന്നിട്ട് എൻ്റെ കയ്യെ വെട്ടിയെടുത്ത് പിച്ചാത്തി പിടിക്കിടുമെന്ന് പറഞ്ഞവനെ ഞാൻ സ്നാനപ്പെടുത്തി. സ്തോത്രം, ഹല്ലേലൂയ. വരട്ടെ, ചലഞ്ച് വരട്ടെ, വരട്ടെ. അപ്പോഴല്ലേ ഒരു പഞ്ചിങ് ഉണ്ടാകുന്നേ. സ്തോത്രം. ദൈവവൈതലേ, ദൈവസഭയ്ക്ക് വേണ്ടി നിന്റെ നെഞ്ചും നെറ്റിയും നിന്റെ ഊർജവും കർത്താവിന് വേണ്ടി കൊടുത്താൽ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ദൂതന്മാരാ. സ്തോത്രം, ഹല്ലേലൂയ. നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ദൂതന്മാരുണ്ട്. ആർക്കും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. 2013 സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. 2013 മാവേലിക്കര തഴക്കര, ആമേൻ, IPC ചർച്ചിന്റെ അടിസ്ഥാനമിടുമ്പോൾ, സ്തോത്രം, ഞാൻ നടന്നുപോയി വാഹനത്തിൽ കയറാൻ നടന്നു പോകുമ്പോൾ എൻ്റെ കാൽപാദത്തിൽ നിന്ന് മണ്ണ് മാറി ആ ദേശത്തിലെ മന്ത്രവാഹിനി സഹോദരി, ഞാൻ പറഞ്ഞു, മണ്ണ് മാത്രം മതിയോ? തലമുടി വേണോ? എന്നെ ഭ്രാന്തനാക്കണ്ടേ? എന്നെ തളർത്തിക്കളയാനേ മണ്ണ് കൊണ്ട് പറ്റൂ. ഞാൻ വാരിത്തരാം, എൻ്റെ തലമുടി തരട്ടെ. ഹല്ലേലൂയ. ഞാൻ അടുത്ത ഞായറാഴ്ച വരുമ്പോൾ 2 കാലിൽ നിൽക്കണം. എന്നോട് പറയാ, ഓ ഞാൻ കുറെ കണ്ടതാ. ഹല്ലേലൂയ. കമുവിലും പനയിലും ഒരുപോലെ ത്രാപ്പ് കെട്ടരുതേ മാതാവേ. സ്തോത്രം. ഇത് വേറെയാ, ഇത് കർത്താവ് വേറെയാ, ഇത് വേറെ ഐറ്റമാ. പ്രൈസ് ദി ലോർഡ്. വേണമെങ്കിൽ ഞാൻ ഇപ്പൊ പിടിത് കുറച്ച് തരാം. പ്രൈസ് ദി ലോർഡ്. ചീപ്പുടക്കി എത്രയേ പോകുന്നു, വേണോ? ഹല്ലേലൂയ. ഞായറാഴ്ച വരും മുമ്പേ ഒരു കൈയും നട്ടപ്പെട്ട് ഒരു കാലും നട്ടപ്പെട്ട് അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാനും ആലയത്തിന് പണി തീർന്നപ്പോൾ ആദ്യം സ്നാനപ്പെടുത്തി ആമേ മാവേലിക്കര തഴക്കര IPC ചർച്ചിലെ ഫസ്റ്റ് മെമ്പറാക്കി തീർക്കാൻ വലിയവനായ ദൈവം എന്നെ ഇടയാക്കിയെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറയാം, അവരുടെ തലമുറകളൊക്കെ പിൽക്കാലത്തിൽ ദൈവത്തോട് പറ്റിച്ചേർന്നത് കൊണ്ട് ആമേ അഴിക്കകത്തകപ്പെട്ടു പോകാതെ തിരിച്ച് ദൈവസഭയ്ക്ക് വേണ്ടി നിൽക്കാൻ, ചുമര് കൊടുക്കാൻ ഈ കാലഘട്ടത്തിൽ അവരെ തയ്യാറാക്കിയെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് 20 പേരടങ്ങുന്ന ഒരു ചെറിയൊരു കൂട്ടായ്മ 1.5 വർഷം കൊണ്ട് ആമേൻ 6 പേരെ സ്നാനപ്പെടുത്തി അവിടെ ചേർക്കാൻ കഴിഞ്ഞെങ്കിൽ ഇന്നവിടെ കഴിഞ്ഞ ദിവസം ഞാനൊരു ആവശ്യത്തിനുമായി സംസാരിക്കുമ്പോൾ പറഞ്ഞിങ്ങനെയാണ്, ഇന്നവിടെ ഏകദേശം 300ഓളം പേരും 180ഓളം പേര് സ്നാനപ്പെട്ട് കർത്താവിന്റെ കൂട്ടായ്മ ആചരിക്കുന്ന വ്യക്തികളായി സഭയുടെ അതിരുകൾ വിശാലമായി അന്നത്തെ ഇടുക്കം മാറി സഭയുടെ അതിരുകൾ പൊളിച്ചു നീക്കി ആമേ വിശാലത വരുത്തിയെങ്കിൽ ആമേൻ ആത്മാർത്ഥതയുടെ നിയോഗത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവഭക്തന്മാർ എവിടെ കാലൂന്നുമോ അവിടെ ദൈവം പ്രവർത്തിക്കുമെന്ന് ചിലരെ വിളിക്കുമ്പോൾ പറയും, ഞാൻ ഇപ്പൊ ബിസിയാ. എന്താ ബിസി? ചാണം ചമക്കുകയാണോ? എന്താ ബിസി? എടാ ഈ കർത്താവിന്റെ വേലയല്ലേ ചെയ്യുന്നേ. ഞാൻ ഇപ്പൊ തിരക്കാ. ഭയങ്കര തിരക്കാ. എന്താ തിരക്ക്? ലോഡിങ് ആണോ? തടി ചുമക്കുകയാണോ? പാസ്റ്ററെ എന്താ തിരക്ക്? ശുശ്രൂഷയല്ലേ? അതെ, പറയരുത് തിരക്കാണെന്ന്. പ്രൈസ് ദി ലോർഡ്. എപ്പോഴാണ് ഓക്കെ എന്ന് പറ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇല്ല ആവശ്യത്തിന് ഇന്ന സമയം മതി, ഇന്ന സമയം മീറ്റിംഗ് ഉണ്ട്, അത് പറ. എന്താ തിരക്ക്? ഇന്ന് രാത്രി ഈ വചനം എടുത്തിട്ട് എന്താ തിരക്ക്? ദൈവത്തിന് വേണ്ടി ഏൽപ്പിക്കുന്ന അണ്ണിന് ഉറക്കം കൊടുക്കരുത്. സഭ ഉള്ളവരെ ഉറങ്ങരുത്.
കണ്ണിൽ രാത്രി ഉറക്കം കൊടുക്കാതെ കാത്തിരുന്ന പ്രാപിക്ക് അതായിരിക്കണം നേതൃത്വം. ഇന്ന് രാത്രി ദൈവസഭയിൽ ദൈവ പൈതലെ നിന്നെ ദൈവം ഒരു തീപ്പന്തമാക്കി ഉപയോഗിക്കുന്ന നാൾ വിദൂരമല്ല. അതുകൊണ്ടാ ചില ശൂന്യതകളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നീ ഭാരപ്പെടണ്ട. അയ്യോ, എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ, എന്നെ ആരും പഴയതുപോലെ സ്നേഹിക്കുന്നില്ലല്ലോ. ആ സ്നേഹിക്കത്തില്ല. നിന്റെ തലയിൽ അഭിഷേക തൈലം വീണത് കൊണ്ട് ഇനി ആരും സ്നേഹിക്കത്തില്ലെന്നേ. ആമേ, അതുകൊണ്ട് നീ പേടിക്കണ്ട അച്ഛാ. ആമേ, അമ്മമ്മേ പേടിക്കണ്ട. അതിനപ്പുറത്ത് നിന്നെ സഹായിക്കുന്ന ഒരുത്തനുണ്ട്. അവനെ പറ്റിയാ ഞാൻ വായിച്ചത്. അവന്റെ കയ്യിൽ ആമേ തുറന്ന പുസ്തകമുണ്ട്, ചെറുപുസ്തകം. ഹല്ലേലൂയ. എന്തുണ്ട്? തുറന്ന ഒരു ചെറു പുസ്തകമുണ്ട്. അത് തുറക്കാതെ അടച്ചു വച്ചിരിക്കുകയല്ല. അവന്റെ കയ്യിൽ തുറന്ന ഒരു ചെറു പുസ്തകം ഉണ്ടായിരുന്നു. അവൻ വലം കയ്യിൽ ആമേ സമുദ്രത്തിന്റെ മേലും ആമേ സ്തോത്രം. ദൈവം ഇന്ന് രാത്രി ചിലർക്ക് ചില ശുശ്രൂഷയുടെ അധികാരം തരാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ഭയപ്പെട്ട് നിൽക്കുന്ന, പേടിച്ച് നിൽക്കുന്ന, ഭീതിപ്പെട്ട് നിൽക്കുന്ന ചില വിഷയങ്ങൾക്ക് നീ അധികാരത്തോടെ ചില നീ ചെയ്യാൻ പോകുക. നിന്റെ കരത്തെ ദൈവം ബലപ്പെടുത്താൻ പോകുകയാ. ഹല്ലേലൂയ. രാവിലെ എണീക്കുമ്പോൾ നിന്റെ വലം കരം നിന്റെ തലയിൽ വെച്ച് പറയണം, കർത്താവേ നീ എന്നെ അനുഗ്രഹിക്കണമേ. ആമേ, നീ എന്നെ മാനിക്കണമേ, നീ എന്നെ ഉയർത്തണമേ, എന്റെ ക്ഷീണങ്ങളെ നീ മാറ്റണമേ, എന്റെ രോഗങ്ങളെ നീ മാറ്റണമേ. നീ അറിയാതെ ഒന്നുപോലും സംഭവിക്കില്ല. എനിക്കറിയാം ഇന്ന് പകൽ എന്റെ ജീവിതത്തില് നീ എന്നെ അനുഗ്രഹിച്ചേ വിടാവൂ എന്ന് പറഞ്ഞ് നിന്റെ തലയിൽ നിന്റെ കൈ വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമോ? അതിലപ്പുറം ഒരു അനുഗ്രഹം ഈ ഭൂമിയിലില്ല. പോലെ ആദ്യം നീ നിന്നെ അനുഗ്രഹിക്കുക. രാവിലെ എഴുച്ചെന്ന് പറയും, ഓ വയ്യ. നോ. യോശുവ പറഞ്ഞു, ഇനിയും ഞാൻ വാള് പിടിക്കും. സ്തോത്രം. ഇനിയും. അടുത്ത പുസ്തകത്തിലേക്ക് വരാം നമുക്ക്. എന്ന് കഴിഞ്ഞാൽ ഒരുപാട് ദൂതുകൾ ഇങ്ങനെ വരിക. ഇവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, മറ്റൊരു ദൂതൻ. അവൻ ആരാ? ബലവാനായ മറ്റൊരു ദൂതൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഞാൻ ബിസിനസ് യാത്ര ചെയ്തപ്പോൾ എന്നോട് പറയാ, വണ്ടിയിൽ പറയായിരുന്നു, ഈ മനുഷ്യരെല്ലാം ഇങ്ങനെ ആയല്ലേ, നമുക്കേ സഹിക്കാൻ വയ്യ. ഈ ദൈവം എന്തുമാത്രം സഹിക്കുന്നു. ഞാനങ്ങ് വാവിട്ട് ചിരിച്ചു പോയി. സ്തോത്രം. ഇത്രയും തലയുണ്ടോന്ന് അപ്പോഴാണ് ഞാൻ കണ്ടത്. ഇത്രയും തലയുണ്ടോന്ന്. ഈ മനുഷ്യന്റെ ദൈവം എന്തുമാത്രം സഹിക്കുന്നു. ഞാൻ ശരിയാ, നമ്മളിവിടെ 10-15 വരെ സഹിക്കാൻ പറ്റുന്ന പാടെ നമുക്കറിയാം. ഈ കർത്താവിന് ഉറക്കമുണ്ടോ? സ്തോത്രം. ഒരുത്തനെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അവൻ അങ്ങോട്ട് പോകും, അവൻ അങ്ങോട്ട് പോകും, മറ്റവൻ ഇങ്ങോട്ട് പോകും. ഇവരെല്ലാം കൊണ്ട് ഇരുത്താൻ ദൈവം പെടാപ്പാട്. സ്തോത്രം. ഒരു ഞായറാഴ്ച 30 പേര് സഭയിലുണ്ടെങ്കിൽ ഈ 30 പേരും വരുന്നതുവരെ അദ്ദേഹത്തിന് ചങ്കിടി നിൽക്കില്ല. ഒരാൾ കാണാതായി കഴിഞ്ഞാൽ അവിടെ പരവേശം, ഫോൺ എടുക്കും, വിളിക്കും, എടുക്കത്തില്ല, നോട്ട് റീച്ചബിൾ, ബിസി. അപ്പൊ ഈ കർത്താവിനെ കുറിച്ചൊന്ന് ആലോചിക്കേ. ഹലോ 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 ഹലോ, നേരത്തെ പള്ളി പോയി കയറണേ, നാളെയെങ്കിലും. സ്തോത്രം. ഇവിടുന്ന് ഉറങ്ങിക്കളയല്ലേ. ഉറക്കത്തെ കുറിച്ച് ഞാൻ അടുത്ത ആഴ്ച പറയാം. നാളെ ഉറങ്ങുന്നതിനെ കുറിച്ച് 5 ടൈപ്പ് ഉറക്കക്കാരുണ്ട്, ഞാൻ പറയാം നാളെ. ഇന്ന് ഇപ്പം അതിനുള്ള ശുശ്രൂഷയില്ല. സ്തോത്രം. അടുത്ത് വായിക്കാൻ പോകുന്നു യെഹെസ്കേലിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, യെഹെസ്കേലിന്റെ പുസ്തകം 3-ാം അധ്യായം 23-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. വായിച്ചാട്ടെ. യെഹെസ്കേൽ 3:23. വായിച്ചു. അങ്ങനെ ഞാൻ സമഭൂമിയിലേക്ക് പോയി. ഞാൻ കെവാർ നദീ തീരത്ത് കണ്ട മഹത്വം പോലെ അവിടെ യഹോവയുടെ മഹത്വം നിൽക്കുന്നത് കണ്ട് ഞാൻ കവിണ്ണു വീണു. ഈ യെഹെസ്കേലിന് എല്ലായിടത്തും കമണ് വീഴക്കോ ജോലി. കാരണം മഹത്വം എവിടെ കണ്ടോ അവിടെ കമന്ന് വീഴും. നമ്മളാണെങ്കിലോ? സ്തോത്രം. ആമേ. നമ്മൾ മഹത്വം കാണുമ്പോൾ നമ്മൾ പറയും, ഇത് മഹത്വമൊന്നുമല്ല, ഇത് വേറെ എന്തോ. അപ്പോൾ ഉടനെ ദൈവദാസന്മാർ വിളിക്കും. ദൈവദാസന് ഇങ്ങനെ ഞാൻ ചെറിയൊരു ചിന്ന വെളിപ്പാട് കണ്ടാച്ചു. എന്നവോ ഏതോ എനിക്കൊന്നും പുരിയില്ലേ. എന്നതോ പുരിയില്ലേ? അപ്പടിയാ പുരിയില്ല. സ്വാമി ചൊല്ലുക, പാസ്റ്റർ പറ എന്ന് ഞാൻ കണ്ടത്. தெரியாதம்மா, கொஞ்சம் வெயிட் பண்ணு, அப்புறம் பேச. நான் பேச வைக்க. சோதரம். அல்லேலூயா. ஏதாவது கண்டாச்சு, ഭയം 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 എന്തൊക്കെയോ ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
എന്തൊക്കെയോ ഞാൻ കണ്ടു, പക്ഷെ എന്താ ഒന്നും പിടിയില്ല. പ്രൈസ് ദി ലോർഡ്. കണ്ടത് ആമേൻ മറ്റൊന്നുമല്ല കേട്ടോ, നീ കണ്ടത് ദൈവത്തിന്റെ ദർശനം തന്നെയാ, യഥാർത്ഥമായ ദർശനം തന്നെയാ കേട്ടോ കണ്ടത്. കമന്ന് വീണോ? യാഗപീഠം പണിതോ? പ്രൈസ്. യാഗപീഠം പണിയുള്ള സമയമായി. ഇടിഞ്ഞു കിടക്കുകയല്ലേ, കാടും പിടിച്ച് പോച്ചയും പിടിച്ച് പാമ്പും കയറി പഴുതാരയും കയറി ചിലന്തിയും പിടിച്ച് മാറാലയും കയറി കിടക്കുകയല്ലേ. ഒന്ന് അടിച്ച് വൃത്തിയാക്കണ്ടേ? ഒന്ന് അടിച്ച് വൃത്തിയാക്കണ്ടേ അമ്മാമേ? ഒന്ന് അടിച്ച് വൃത്തിയാക്കണ്ടേ? പിന്നെ വൃത്തിയാക്കണം. ഞാനൊരു ബംഗാളി വിളിച്ചിട്ടുണ്ട്. ബംഗാളി വന്ന് വൃത്തിയാക്കിയാൽ ചിലന്തി ചാകത്തില്ല, ചിലന്തി ചാടി അങ്ങ് പോകും. നീ വൃത്തിയാക്കണം. ബംഗാളി വരട്ടെ എന്ന് പറഞ്ഞിരിക്കരുത് അമ്മാമേ. നിങ്ങളുടെ വൃത്തിയാക്കേണ്ട മാറാല അടിക്കാൻ വേറെ ബംഗാളി വരണോ? അപ്പൊ എനിക്ക് മനസ്സിലായി, ജോലിക്ക് പോയിരിക്കുക ബംഗാളി വരട്ടെ. ബംഗാളി ആരാ? ഭർത്താവിനെ പറയുന്നത് വരട്ടെന്ന്. സ്തോത്രം. നോ, അദ്ദേഹത്തിന് വേറെ പണിയുണ്ട്, ആ ബംഗാളി വരട്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതാ അദ്ദേഹം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മല്ലും പിടിച്ചിട്ട് പിന്നെ ഇത് നടു നോക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇനി വന്നിട്ട് കോളേജ് ഇരിക്കണമല്ലോ. അങ്ങനെ എങ്ങനെയെങ്കിലും ഇരുന്നിട്ട് കിടക്കാൻ നോക്കുമോ? മാറാലടിച്ച് ചിലന്തി അടിക്കണോ? നിങ്ങൾക്ക് എന്താ പണി? ദൈവം തരുന്ന സമയത്തിനകത്തിരുന്ന് ചിലതിനെ അടിച്ചു വൃത്തിയാക്കി ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ഏൽപ്പിക്കപ്പെടാൻ, ചിലതിനെ അടിച്ചു വാരി പുറത്ത് കളയാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ തരുന്ന വെളിപ്പാട് എന്നതെന്ന് തിരിച്ചറിയാൻ കഴിയൂ. സ്തോത്രം. തിരിച്ചറിയണ്ട. അപ്പൊ വെളിപ്പാട് അറിയണ്ടേ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 23-ാം വാക്യം ഇങ്ങനെ പറയുന്നു. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. 23-ാമത്തെ ആമേൻ വാക്യത്തിൽ വായിച്ചപ്പോൾ ഇങ്ങനെയാണ് അവിടെ വായിച്ചത്. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് സമഭൂമിയിലേക്ക് പോയി. ഞാൻ കേബാർ നദീതീരത്ത് കണ്ട ആമേൻ സ്തോത്രം, ആ മഹത്വം പോലെ, അല്ലെങ്കിൽ മഹാശക്തി പോലെ, അല്ലെങ്കിൽ മഹാ അഗ്നി പോലെ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ പോലെ ഒരുത്തൻ നിപ്പുണ്ട് ഒരു നദീതീരത്ത്. അവന്റെ തലയിലുള്ള തലമുടി ഹിമം പോലെ വെളുത്ത പഞ്ഞിരവം പോലെ ഉള്ളതും, അവന്റെ കണ്ണുകൾ അഗ്നിജ്വാലയ്ക്കൊത്തതും, അവന്റെ കാലുകൾ വെള്ളോട് സരസ്വരൂപമുള്ളവനും, ആമേൻ സ്തോത്രം, പാദമുള്ളവനും, അവന്റെ മാറത്ത് പൊൻകച്ച അണിഞ്ഞിരിക്കുന്നു. അവൻ ആരാ? സർവശക്തൻ. അവൻ സർവ്വവ്യാധിയായ ദൈവം. ഞാൻ കണ്ട വെളിപ്പാട് ശക്തമാണ്. സ്തോത്രം. നിൽക്കുക അവിടെ നിൽക്കുക കേട്ടോ, ആ നദി തീരത്ത് നിൽക്കുക. 23-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അധ്യായം 1:1, അധ്യായം 1:28, യെഹെസ്കേൽ 2:2 പഠിക്കുമ്പോൾ ദൈവത്തിന്റെ ദാസൻ കാണുന്നത് മറ്റൊന്നുമല്ല, ദൈവം കൊടുത്തിരിക്കുന്ന ദർശനമാണ്. ആ ദർശനത്തിലേക്ക് വരണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കി അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ അടുത്തൊരു ദൂത് 8-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, 8-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോഴും, ആമേൻ 9-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയും. 8-ാമത്തെ അധ്യായത്തിന്റെ ആമേൻ സ്തോത്രം 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്, 8:4 ഒന്ന് വായിച്ച് ഒരാളിന് ശബ്ദമായിട്ട്. അവിടെ ഞാൻ സമഭൂമിയിൽ കണ്ട ദർശനം പോലെ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരുന്നു. അവിടെ കണ്ട ദർശനം മഹത്വം എന്ന പോലെ അവിടെ ഞാൻ കണ്ടത്, ഈ പുസ്തകത്തിലേക്ക് ഞാൻ വന്നപ്പോ കണ്ടത് ദൈവത്തിന്റെ ഒരു മഹത്വം നിറഞ്ഞു നിൽക്കുകയാണ്. നിറഞ്ഞ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഒരു മഹത്വം നിറഞ്ഞു നിൽക്കുക ദൈവപതിലെ. ഇന്ന് രാത്രി നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു മഹത്വം നിറഞ്ഞു നിൽക്കുക. സ്തോത്രം. ആമേൻ. നിങ്ങളിരിക്കുന്ന വീടിനകത്ത്, നിങ്ങളുടെ കണ്ണെത്താത്ത സ്ഥലത്ത് നിങ്ങൾ നോക്കി. നിങ്ങൾ ഇന്ന് റൂമിനകത്ത് കയറിയിട്ട് എവിടെയൊക്കെ നോക്കി, എവിടെയെല്ലാം നോക്കി. നമുക്ക് ആവശ്യമുള്ള വാച്ച് അവിടെ ഇരിപ്പുണ്ട്, സാരി അവിടെ ഇരിപ്പുണ്ട്, ചീപ്പ് അവിടെ ഇരിപ്പുണ്ട്, സ്ലൈഡ് അവിടെ ഇരിപ്പുണ്ട്, ചപ്പൽ അവിടെ ഇരിപ്പുണ്ട്, ഷർട്ട് എവിടെയാണ്, പാൻസ്, ഇതല്ലേ നോക്കിയുള്ളൂ? റൂമിനകത്ത് മൊത്തം ഒന്ന് നോക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഒന്ന് നോക്കി പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണാതെ നമുക്ക് മറഞ്ഞിരിക്കുന്ന ചില നിഗൂഢതകളുണ്ട്. അതിനെ പുറത്തെടുക്കണമെങ്കിൽ പ്രാർത്ഥനയുടെ നടുവിലും ആരാധനയുടെ നടുവിലും ദൈവജനം ആമേൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ച് മുൻപിലോട്ട് കടന്നു വരുമ്പോൾ ഇന്ന് രാത്രി പറയുന്നു, ദൈവത്തിന്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്നത് അവൻ കാണുകയാ. ആമേൻ. മഹത്വത്തോടെ സമഭൂമിക്കകത്ത് നിറഞ്ഞു നിന്ന അതേ മഹത്വം ഞാൻ ഇന്ന് രാത്രിയിലും കാണുന്നു എന്ന് പറയാൻ എത്ര പേർക്ക് ഇന്ന് രാത്രി കഴിയും? അങ്ങനെ ഉള്ളവർ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം കൊടുത്താട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. വായിച്ചാട്ടെ 9-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം
ഒന്ന് വായിച്ച് 9:3 വായിച്ചേ. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം അത് ഇരുന്നിരുന്ന കെരൂബിന്മേൽ നിന്ന് ആലയത്തിന്റെ ഉമ്മരപ്പടിക്കൽ വന്നിരുന്നു. പിന്നെ അവൻ ശണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി നിന്നിരുന്ന പുരുഷനെ വിളിച്ചു. ഒരു പുരുഷനെ വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. അവൻ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം ഇരുന്നിരുന്ന കെരൂബുകളുടെ മേൽ നിന്ന് ആലയത്തിന്റെ ഉമ്മരപ്പടിയിൽ വരുന്നത് പിന്നാലെ അവൻ ശണവസ്ത്രം ധരിച്ച് അരയിൽ അവൻ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി അവൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ വരുന്നത്, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നത് ആ പുരുഷനെ വിളിക്കുകയാണ്. സ്തോത്രം. അവരുടെ കയ്യിൽ നിന്നുണ്ട് മഷിക്കുപ്പിയുണ്ട്. ഇന്ന് പേനയല്ലേ, അന്ന് മഷിക്കുപ്പിയുണ്ട്. മഷിക്കുപ്പി, അതിനകത്ത് മഷിയുണ്ട്, കയ്യിലൊരു കോലുണ്ട്. ഇന്ന് രാത്രി ചിലത് എഴുതി വയ്ക്കുകയാ. പുസ്തകത്തിൽ എഴുതി വയ്ക്കാൻ ഒരുത്തൻ നിൽപ്പുണ്ടെന്ന് രാത്രി ആരോടൊക്കെ ദൈവാത്മ പറയുന്നു. ഇന്ന് രാത്രി ഒരുത്തൻ നിൽപ്പുണ്ട്, ശണവസ്ത്രം ധരിച്ച് അരയിൽ ആമ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി ആമ നിന്നിരിക്കുന്ന പുരുഷനെ വിളിച്ചു. ആമൻ അവനോട് യഹോവേ നീ നഗരത്തിന്റെ നടുവിൽ, യെരൂശലേമിന്റെ നടുവിൽ കൂടി ചെന്ന് അതിൽ ആമേൻ നടക്കുന്ന സകല മ്ലേച്ഛതകളെയും, സ്തോത്രം, ആമേൻ നടക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആലയത്തിനകത്ത് ആരാധനകൾ, പ്രാർത്ഥനകൾ നിന്നുപോയിരിക്കുന്നു, കൂട്ടായ്മകൾ നിന്നുപോയിരിക്കുന്നു. ദൈവത്തിൻ്റെതായ മഹത്വം ആലയത്തിനകത്ത് വരാൻ കഴിയാതെ ആലയത്തിനകത്ത് തിരിയുന്നു. ആലയത്തിനകത്ത് പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നില്ല. പലരും ഞാനാണ് വലുത് എന്ന് പറഞ്ഞ് ഗ്രൂപ്പീസും കളിക്കുന്നു. അവരൊക്കെ മാറിയും തിരിഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് മഹത്വം ആലയത്തിൽ കടന്നു വരാൻ കഴിയാതെ മഹത്വം ആലയത്തിന് പുറത്തിരിക്കുകയാ. സ്തോത്രം. ഇന്ന് രാത്രി ദൈവകുഞ്ഞെ, മഹത്വം ബൊപ്പോ എന്ന് പുസ്തകം നമ്മെ പഠിപ്പിക്കുമ്പോൾ നോക്കൂ, 9:3 നമ്മൾ വായിക്കുമ്പോൾ 10 4 വാക്യവും 18 അതിന്റെ 19 നമ്മൾ വായിക്കുമ്പോൾ 11 അധ്യായം 22 23 43 4 5 44 അധ്യായത്തിന്റെ 5 വാക്യം കൂടെ നമ്മൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ, ഹല്ലേലൂയ, ദർശനം എന്ന് പറയുമ്പോൾ 11 അധ്യായത്തിന്റെ 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ഒന്ന്, ദൈവത്തിന്റെ ദർശനം അവൻ അടയാളത്തോടുകൂടി പ്രാപിച്ചെടുക്കുക. അടുത്ത ദൂതുകളും വരങ്ങളും ഉള്ളത് 12 അധ്യായത്തിന്റെ 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങളും 24 അധ്യായം അതിന്റെ 27 വാക്യം നമ്മൾ പഠിക്കുക. പറയുന്നു, ന്യായവിധിയെ കുറിച്ചുള്ള ഉപമകളും ദൂതുകളും വിശ്വാസത്തിന്റെ പട്ടികയും ചൊല്ലിക്കൊടുക്കുന്ന ദൂതുകളായി ഒരു വലിയ ദൂത് അവിടെ കൊടുക്കുക. ആമേൻ. 3 ഭാഗം ചിന്തിക്കുമ്പോൾ 12 അധ്യായത്തിന്റെ 1 വാക്യം മുതൽ 28 വാക്യം വരെ വായിക്കുമ്പോൾ യെരൂശലേമിന്റെ പ്രവാസത്തിന്റെ അടയാളത്തെ അവിടെ കാണിക്കുന്നു. അവരിങ്ങനെ സ്തോത്രം തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ, ഒന്നും കഴിയുന്നില്ല, പ്രാർത്ഥന വരുന്നില്ല, ഉപവാസങ്ങൾ വരുന്നില്ല, അവരെല്ലാം തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നു. 12 അധ്യായം 1 വാക്യം മുതൽ 26 വാക്യം വരെ എന്നാൽ കള്ളപ്രവാചകന്മാർക്ക് എതിരെയുള്ള ഒരു ദൂത് വരുന്നുണ്ട്. 13 അധ്യായം 1 വാക്യം മുതൽ 23 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ പറയുന്നു, കള്ളപ്രവാചകന്മാർക്കെതിരെയുള്ള ദൂതുകൾ പ്രഖ്യാപിക്കുന്ന പ്രവാചകനെ അവിടെ കാണാൻ കഴിയുകയാണ്. ഹല്ലേലൂയ. 14 അധ്യായം അതിന്റെ 1 മുതൽ 23 വരെയുള്ള വാക്യം വായിക്കുമ്പോഴും ദൈവത്തിന്റെ പ്രവൃത്തി, വിഗ്രഹ ആരാധനക്കെതിരെയുള്ള മൂപ്പന്മാരെ കുറിച്ചുള്ള ദൂതുകളാണ് അവിടെ വായിക്കുന്നത്. Praise the Lord. Amen. Hallelujah. Amen. സ്തോത്ര. ദൂതുകൾ ഇങ്ങനെ ഒന്നൊന്നായി മാറി വരുമ്പോൾ മൂപ്പന്മാരെ കുറിച്ചുള്ള വിഗ്രഹ ആരാധനക്കെതിരെയുള്ള ദൂത് അവിടെ പ്രഖ്യാപിക്കുന്നത് 14 അധ്യായം 1 വാക്യം മുതൽ 23 വാക്യം വരെ ദൈവജനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി അവിടെ വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ ഫലം കായ്ക്കാത്ത മുന്തിരിവള്ളി 15 അധ്യായം 1 വാക്യം മുതൽ 8 വാക്യം വരെ ഫലം കായ്ക്കാത്ത മുന്തിരിവള്ളി, ഫലം കായ്ക്കാത്തതിനെ വെട്ടിക്കളയുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. നീ ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കണം. നീ ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കണമെന്നേ.
ഒരു പാട്ടാണോ, ഒരു പ്രാർത്ഥനയാണോ, ഒരു വചനധ്യാനമാണോ? ചെയ്യേ. കർത്താവിന് വേണ്ടിയല്ലേ അല്ലേ? അതുകൊണ്ട് പലരും എന്നെക്കാളും വില്ലന്മാരാ. ഞാൻ വിചാരിച്ചു ഞാനാണ് വില്ലനെന്ന്. അവരൊക്കെ ആ സമയമെല്ലാം കഴിഞ്ഞേ കയറൂ. കൈവക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. എനിക്ക് വേണ്ടി തരണമെങ്കിലോ 5 മിനിറ്റ് പ്രബോധിപ്പിക്കാൻ, എനിക്കൊരു പാട്ട് തരണമെങ്കിലോ, എനിക്ക് ഒരു പ്രസംഗം തരണമെങ്കിലോ, അതുകൊണ്ട് ഞാൻ പിന്നെ പയ്യെ കയറത്തുള്ളൂ. ഹല്ലേലൂയ, ആമേൻ. ഒരു സമയം വരും. 2 വർഷം കുത്തിയടിച്ച് വീട്ടിൽ ഇരുന്നില്ലേ ഭർത്താവനുഭവം കണ്ടുകൊണ്ട്? അടുത്തതാ വരുന്നുണ്ട് വലിയ കഷ്ടം. പുറത്തു പോലെ ഇറങ്ങാൻ കഴിയാത്ത ഒരു കാലഘട്ടം വരാൻ പോകുന്നു. ദൈവജനം കുറിച്ച് വെച്ചോ, പുറത്തു പോലും ഇറങ്ങാൻ കഴിയാത്ത ഒരു കാലഘട്ടം വരാൻ പോകുന്നു. ദൈവാത്മാവ് വചനത്തിൽ പറയുക, ഇതുവരെ പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു കാലഘട്ടം വരാൻ പോകുന്നു. അന്ന് നിങ്ങൾ യൂട്യൂബിൽ നിന്ന് ഈ ദൂതിനെ പുറത്തെടുക്കും. 2025 ദൈവാത്മാവ് പറയുന്നത്, ഇതുവരെ കാണാത്ത പലതും, വീട്ടിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത പലതും വരേണ്ട സമയമായിരിക്കുന്നു. 2 വർഷം അകത്തിരുന്നിട്ടും ഒന്നും ഗുണം പിടിച്ചില്ല. പുറത്തിറങ്ങിയപ്പോൾ പിന്നെ അവരെക്കാളും വില്ലന്മാർ ഇനി ആരെങ്കിലും ഉണ്ടോ? 2 വർഷം എല്ലാവരെയും കണ്ടുകൊണ്ട് വീട്ടിലിരുന്നു. അതുവരെ കാണാത്ത കണ്ണുകളെല്ലാം അന്ന് കണ്ടു. എന്നാൽ ഈ 2 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെയും ഗതി തന്നെ. അന്ന് 2 വർഷത്തിന് മുമ്പ് അവരെങ്ങനെ ആയിരുന്നോ അതിനേക്കാൾ ഇരട്ടിയോടെ പുറത്തു വന്നു. റേഷയാരി കിട്ടിയെങ്കിലും ഹെലികോപ്റ്ററിൽ നിന്ന് കിറ്റുകൾ താഴെ എറിഞ്ഞു കൊടുത്തെങ്കിലും തിന്നുകൊണ്ടൊക്കെ ഇരുന്നു. ഒന്നുമില്ലെങ്കിലും വചനം വായിച്ചപ്പോൾ ഇങ്ങനെ കിട്ടിയല്ലോ, ഓ രാജാവേ, നിന്റെ പടയാളികൾ പരിപ്പും പച്ചവെള്ളവും കുടിച്ചെങ്കിലും ഞങ്ങളും അത് കഴിച്ച് തന്നെ വളരും. അതുകൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് ഒരിക്കൽ പുറത്തിറങ്ങും. ഇറങ്ങുമ്പോൾ ഒരു വാട്ടവും കാണത്തില്ല, ഒരു ചുളുക്കവും കാണത്തില്ല. കറക്റ്റാ. വചനം വായിച്ച് പ്രാർത്ഥിച്ച് 2 വർഷം. ഓ പ്രൈസ് ദി ലോർഡ്, ആമേൻ. അത് കഴിഞ്ഞപ്പോഴോ പിന്നെ എന്നെ തോപ്പിക്കാറില്ല. ആമേൻ. ഞാൻ തന്നെ വില്ലൻ. ഹല്ലേലൂയ. വരുന്നു, അടുത്തൊരു കഷ്ടം വരുന്നു. നോയിക്കേ, ആമേൻ. വിഗ്രഹ ആരാധനകളെ കുറിച്ചുള്ള മൂപ്പന്മാർക്കുള്ള ദൂതറിയിക്കാൻ ആ കാലഘട്ടത്തിൽ ഒരാളും തയ്യാറാകാതിരിക്കുമ്പോൾ, പറയാം, മൂപ്പന്മാരെന്ന് പറഞ്ഞ സഭയിൽ നയിക്കുന്ന മൂപ്പന്മാർ വിഗ്രഹ ആരാധനയിൽ പെട്ടുപോയി. അല്ലേ? വായിച്ചു നോക്കേ, നിങ്ങളത് വായിച്ചു നോക്കേ. ഇപ്പൊ ഇങ്ങോട്ട് വായിക്കണ്ട, കുറിച്ചു വെച്ചോ. ആമേൻ. സെക്രിയാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ എല്ലാ ഫുള്ള് നിങ്ങൾ വായിച്ചോ. അവിടെ പറയും, സാത്താന്റെ പള്ളിയിൽ നിന്ന് ഒരു കൂട്ടം പേരെ കൊണ്ടുവരും. 8-ാമത്തെ വാക്യം മുതൽ വായിക്കണ്ടേ, നിങ്ങൾ ഫുള്ള് വായിച്ചോ. മൂപ്പന്മാർക്ക് കൊടുക്കാൻ ദൂത് ആ കാലഘട്ടത്തിൽ യെഹെസ്കേലിനെ ദൈവം തിരഞ്ഞെടുത്തു. എന്നാൽ യെഹെസ്കേലിനെ കൊണ്ട് കഴിയത്തില്ല ആഹാബിന്റെ മുമ്പിൽ വയ്ക്കാൻ. ഓരോരുത്തരും മുമ്പിൽ നിർത്താൻ ഓരോരുത്തരെയും കർത്താവ് തിരഞ്ഞെടുക്കും. എൻ്റെ ഒറ്റ ലക്ഷ്യമുള്ളൂ, നിങ്ങളെല്ലാവരെയും മൂർച്ചയുള്ള വാളുകളാക്കി എനിക്ക് പുറത്തെടുക്കണം. ആമേൻ. നിങ്ങൾ നിന്നാലും നിന്നില്ലെങ്കിലും ഞാൻ ഓടിച്ചിട്ടെങ്കിലും പിടിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പണ്ട് ആരോണ്ടോ പറഞ്ഞു, എവിടെ ഇട്ട് പിടിച്ചു? ഞാൻ അങ്ങ് ചേനപ്പാടി കവലയിട്ട് പിടിച്ചു. വാക്യം കിട്ടുന്നല്ലോ. ചേനപ്പാടി കവലയിട്ടോ. അവിടെ ഇട്ട് പിടിച്ചു. പിന്നെ അദ്ദേഹത്തിനോട് അത് മണിമലക്കകത്തങ്ങ് കാട്ടിനകത്തോണ്ട് പിടിച്ചു. പിന്നെ ഒരാൾ അവിടെ നിലമ്പൂര് പട്ടണത്തിനകത്ത് അങ്ങ് എവിടെയോ ഉള്ള ആൾ അവിടെ ഇട്ട് പിടിച്ചു. വിടത്തില്ലെന്നേ. സ്വോത്രം. ഹലോ. കാത്തു കാത്തു നിൽക്കുന്നേ ഞാൻ, യേശുവേ നിൻ കാണുവാ. അല്ലേ? ആമേൻ. കാത്തു നിൽക്കണം. ദൈവത്തിന്റെ പ്രവർത്തിക്കായി ദൈവജനം കാത്തു നിൽക്കണം. ദൈവത്തിന് വേണ്ടി നിൽക്കപ്പ ഏൽപ്പിച്ചു കൊടുത്തേ. ദൈവം നമ്മൾ എവിടെയൊക്കെയോ ജനിച്ചു വളർന്നവരല്ലേ? സ്തോത്രം. നമ്മളൊക്കെ ആരൊക്കെ കൂട്ടിമുട്ടിച്ചവരല്ലേ? ഇന്ന് നമ്മൾ പരസ്പരം കാണാതിരിക്കാൻ പറ്റുന്നുണ്ടോ? എവിടെ? ഒരു ദിവസം മീറ്റിംഗിൽ ഒരാൾ വിളിച്ച് ചോദിക്കും, ഇന്ന് മീറ്റിംഗ് ഇല്ല അല്ലേ? എന്തോ നഷ്ടപ്പെട്ടതുപോലെയാ. സ്തോത്രം. എന്നാൽ ചിലർ വേണ്ടാന്ന് വച്ചിരിക്കുന്നവരുണ്ട്. കൈവക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, സ്തോത്രം, ഈ അവസരങ്ങൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പദവിയാ. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം.
നോക്കിക്കേ, അടുത്തത് നോക്കിക്കോ. അവൻ ഫലം കായ്ക്കാത്ത മുന്തിരിവള്ളിയെ 15-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 8-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ വെട്ടിക്കളയുക. അടുത്ത് വ്യഭിചാരികളായ സ്ത്രീകളെ 16-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 23-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ വ്യഭിചാരികളായ സ്ത്രീകളെ. ആമേൻ. 2 കഴുകന്മാർ 17-ാമത്തെ വാക്യം 17-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 24-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത് ഒരു പാഠം പഠിപ്പിക്കുന്ന വിലാപത്തിന്റെ ഒരു ശ്രുതി മുഴങ്ങിയ 18-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 32-ാമത്തെ വാക്യം. ഒരു വിലാപം 19-1 മുതൽ 14 വരെ. ആമേൻ. നിനക്കറിയാമോ നിന്റെ അമ്മ ആരെന്ന്? അറിയാം. നിന്റെ അമ്മ ആരായിരുന്നു? നിന്റെ അമ്മ ഒരു സ്ത്രീ ആയിരുന്നു. സ്ത്രീ മാത്രമല്ലല്ലോ, അവൾ ആരായിരുന്നു? അവൾക്ക് നിനക്കൊരു വിലാപ ഗാനം എഴുതുന്നവളാ. അവൾ ആരാ? അവൾ ഒരു സിംഹിയായിരുന്നു. തീർന്നില്ല കേട്ടോ. അടുത്ത് പറയുന്നത് കൂടുതൽ. ആമേ. ദമ്പതികളും യെരൂശലേമിലെ ന്യായവിധിയുടെ അടയാളങ്ങളും. ദമ്പതികളും ആമേ സ്തോത്രം ആമേ യെരൂശലേമിന്റെ ന്യായവിധികളും. ഇങ്ങനെ എഴുതിക്കോ. ആ ന്യായവിധികളുടെ നടുവിൽ നിന്നുകൊണ്ട് ആമേ 20-ാമത്തെ അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളും 24-ാമത്തെ അധ്യായം 27 പറയുന്നു ദൈവത്തിന്റെ ദൂതുകൾ. സ്തോത്രം. ദൂതുകൾ. ആപാലപുത്തൻ ജനത്തിന് ദൂത് കൊടുത്തിട്ടുണ്ട്. ദൂത് ദൈവം തരുന്ന വാഴ്ത്തത്വം എന്ന ദൂതുകളാ. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്ന് തുടങ്ങി മുമ്പിലോട്ട് വരപ്പെടുമ്പോൾ കാണാൻ കഴിയുന്നത് ആമേ സ്തോത്രം 25-1 മുതൽ 7 വരെ. ആമേ 25, 8, 11, 25, 12, ആമേ 14, 25, ആമേ 15, 17, 26, 1, 28, ആമേ 19-9, ആമേ 28, 20, 26, 29, 1, 32, 33-ാമത്തെ അധ്യായം. ആമേ 33 മുതൽ 48 ആമേ സ്തോത്രം 35, 33-1, 33, 34-1, 39, 28, ആമേ 39, 28, ആമേ 40-1, 48, 35 ഇത്യാദി വാക്യം പറയുന്നു. 1 മുതൽ 3 വരെ 23, 22. ദൈവവചനേ, ദൈവം നിന്നെ ഒരു ദൂതുവാകിയായി പുറത്തെടുക്കും. ഹല്ലേലൂയ. ദൂതുവാകിയായി വിളിച്ചു പറയാൻ, വേദപുസ്തകത്തെ നെഞ്ചിലേറ്റി വിളിച്ചു പറയാൻ ഒരു ദൂതുവാഹിയായി ദൈവം ഈ കാലഘട്ടങ്ങളിൽ നിങ്ങളെ ശക്തമായി ഉപയോഗിക്കാൻ പോകുക. സ്തോത്രം, ഹല്ലേലൂയ. ശക്തമായി ദൈവം ഉപയോഗിക്കാൻ പോകുക. ഇവിടെ നമ്മൾ വായിച്ചു നിർത്തിയ ഭാഗം ഇതാ, കുറിവാക്യം ഇതാണ്. അതിൻ്റെ ചുറ്റുമുള്ള പ്രകാശം മഴവില്ലുള്ള ദിവസത്തിൽ മേഘങ്ങൾ കാണുന്ന വില്ലിൻ്റെ കാഴ്ച പോലെ ആയിരുന്നു യഹോവയുടെ മഹത്വം. അതിൻ്റെ പ്രത്യക്ഷത ഇങ്ങനെ ആയിരുന്നത് കണ്ട്, പ്രൈസ് ദി ലോർഡ്, അത് കണ്ടിട്ട് ഞാൻ കവന്നു വീണ് നമസ്കരിച്ചു. ഒരുത്തൻ്റെ ശബ്ദം ഞാൻ കേട്ടു. ഒരുത്തൻ്റെ ശബ്ദം കേട്ടു. 2-3 ശബ്ദം അവിടെ വന്നിട്ടില്ല. ഒരുത്തൻ്റെ ശബ്ദം. ഇന്ന് രാത്രി ആ ഒരുത്തനാര്? യഹോവയായ ദൈവം. പ്രൈസ് ദി ലോർഡ്. ആ ഒരുത്തനാര്? ആ ശബ്ദമാര്? ഈ പുസ്തകത്തിന്റെ ചുമര് കൊടുത്തവൻ, ഈ പുസ്തകം പുറത്തിറങ്ങിയവൻ. ആ ശബ്ദമാര്? ദൈവത്തിന്റെ ശബ്ദം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, ഹല്ലേലൂയ, വേദപുസ്തകത്തിന്റെ അകത്തളങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സകല നാഴിക സത്യങ്ങളും ഇന്ന് രാത്രി നീ അറിയാതെ പോകരുത്. ആമേ സ്തോത്രം. ദൈവത്തിന്റെ മുമ്പിലേക്ക് കമന്ന് വീണ് കരയാൻ താല്പര്യമുണ്ടോ? കെരൂബുകൾ നിന്നെ സഹായിപ്പാൻ ദൂതനെ, ദൈവം ശക്തിയുള്ള ദൂതനെ, വേറൊരു ബലവാനായ ദൂതനെ നിന്റെ മുമ്പിൽ ഇന്ന് രാത്രി ഇറക്കാൻ പോകുക. ഹല്ലേലൂയ. ആമേ. നമ്മൾ പഠിച്ചത് മുഖ്യ ദൂതനായ മീഖായേലിന്റെ സംരക്ഷണത്തെ കുറിച്ച് ഇന്ന് രാത്രി നമ്മൾ തൊട്ടുവിട്ടത്. ദൈവകുഞ്ഞെ, നമ്മുടെ നടുവിൽ പെയ്തിറങ്ങുന്ന ഒരു ആത്മസാന്നിധ്യം ഇന്ന് രാത്രി ദൈവാത്മാവെന്നെ കാണിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിരാശപ്പെട്ടിരിക്കുന്ന, ഭാരപ്പെട്ടിരുന്ന വിഷയത്തിൽ ഇന്ന് രാത്രി മറുപടി ഉറപ്പാ. ശമനപരകധുനി വൈഡകരാജകൽക്കനാദി യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില